ഹലോ ഗെയ്സ്, അപ്പം ഇന്ന് നമ്മൾ പോണത് ഡോക്ടറെ കാണിക്കാനാണ്. നമ്മൾ പ്രത്യേകിച്ച് ഇറങ്ങി ഡോക്ടറെ കാണിച്ചാനാണ് കേട്ടോ. ഇപ്പോൾ ആദ്യമോനെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 15 ദിവസം കൂടുമ്പോൾ കാണിച്ചാണ്ടായതുകൊണ്ട് നമ്മളങ്ങനെയൊക്കെയാണ് പുറത്തിറങ്ങൽ. ഇതമോളം നല്ല പൊലിവിലൊക്കെ നല്ല വെള്ളയൊക്കെ ഇട്ട് നല്ല ഗർഭൻ്റെയൊക്കെ ഇട്ട് നല്ല ഉസാറാക്കിയിട്ട് പോകുന്നതാണ് കേട്ടോ. പോകുന്നപ്പോൾ 2 ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തൊക്കെ ചെയ്തിന് കേട്ടോ. അതൊന്നും ഇതിൽ ആഡാക്കാനൊക്കെ ഞാൻ മറന്നു വയ്ക്കുന്നത് സത്യത്തിൽ. അങ്ങനെ നമ്മളിങ്ങനെ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് എന്നും പോവൽ. വൈകുന്നേരത്തെ ബുക്കിംഗാണ് നമ്മൾ അധികം ചെയ്യൽ കേട്ടോ. അധികം എന്നല്ല, എന്നും അങ്ങനെ തന്നെയാണ് ചെയ്യൽ. രാവിലെയും പരിശോധന ഉണ്ടാവും, വൈകുന്നേരം പരിശോധന ഉണ്ടാവും. പക്ഷേ നമ്മൾ വൈകുന്നേരത്താണ് ചെയ്യൽ, സ്കൂളൊക്കെ വിട്ട് വന്നിട്ട്. അങ്ങനെ പാകം നോക്കിയിട്ടാണ് പോകൽ. ശനി ഞായറും പിന്നെ നമ്മളധികം പോകലുമില്ല. ശനിയാഴ്ച ചിലപ്പോൾ ഒക്കെ പോകലുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ വൈകുന്നേരത്തേക്ക് തന്നെ ബുക്ക് ചെയ്തു. രാവിലെ നമ്മൾ പോവുകയില്ല. നമ്മളെ ആകെക്കാണെങ്കിൽ രാവിലെ ഒന്നും ഒരു നേരം ഉണ്ടാവുകയില്ല. ഇതമോളാണെങ്കിൽ എയർ ബാൻഡ് ഊരാൻ വേണ്ടി പെടാപാട് പെടുന്നുണ്ട്. ഞാൻ കൈയും കാലൊക്കെ പിടിച്ച് വെക്കുകയാണ് കേട്ടോ. ഓക്കെ, എയർ ബാൻഡ് തീരെ അങ്ങോട്ട് പിടിച്ചില്ല. കാരണം എന്താ, ഞാൻ കുറേ എയർ ബാൻഡ് മീശോന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിയപ്പോൾ നമുക്ക് എയർ ബാൻഡും മുടിയൊക്കെ കെട്ടിയെടുക്കാൻ നല്ല ഇഷ്ടമല്ലേ. മുടി പിന്നെ നല്ലോണം ഉണ്ടായതുകൊണ്ട് കെട്ടിയെടുക്കാൻ കജ്ജലില്ല. മുടി കുറച്ചായതുകൊണ്ട് കെട്ടിയെടുക്കാൻ കജ്ജയില്ലാതെ, പിന്നെ ഉള്ളുമില്ല ഉള്ള മുടിയാണെങ്കിൽ. പിന്നെ ഞാൻ കുറേ ക്ലിപ്പും അതും ഇതൊക്കെ മീശോന്നൊക്കെ കുറേ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ പൂതിക്ക്. പക്ഷെ അതൊന്നും ഇട്ടെടുക്കാൻ കഴിയലില്ല. ഇന്നിപ്പോൾ ഒരു വൈകുന്നേരം 5 മണിയൊക്കെ ആയപ്പോഴാണ് പോരുന്നത്. പിന്നെ ആ പയ്യന് വെള്ളവും മറ്റൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പോരൽ കേട്ടോ. ഇന്ന് പോകുന്ന പാനൂസ് ചെറിയൊരു കുയിൻ്റൊക്കെ കാട്ടിയുടെ കുത്തിറക്കുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തിനാണെന്നൊന്നും ശരിക്കും അറിയില്ല. അങ്ങനെ നമ്മളിങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ അതവിടെ എത്തിന് കേട്ടോ. പക്ഷേ യാത്രകളൊക്കെ പോകണം നല്ല ഇഷ്ടമാണ്. പക്ഷേ ഈ ഡോക്ടറെ അടുത്തേക്ക് പോയാൽ സത്യത്തിൽ എനിക്ക് ചടച്ചു പോയിന് കേട്ടോ. ഈ 15 ദിവസം കൂടുമ്പോഴുള്ള ഈ മുക്കത്തേക്കുള്ള യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വഴിയിലൊക്കെ കണ്ടില്ല ഇങ്ങനെ കുറേ വണ്ടികൾ വിൽക്കാൻ വെച്ചിന്. ആ കുറേ അണ്ണാച്ചികളാണ് കേട്ടോ. അണ്ണാച്ചികൾ എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ കുറേ ആൾക്കാർ അവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചാൽ അത് എല്ലായിടത്തും ഉണ്ട് കേട്ടോ, വണ്ടി മറ്റൊക്കെ. അങ്ങനെ നമ്മൾ പറഞ്ഞ് നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് അവിടെ എത്താനായിരുന്നു കേട്ടോ. അങ്ങോട്ട് നമ്മൾ തിരിച്ചാൽ നിൽക്കുകയാണ്. അപ്പോൾ ആണെങ്കിൽ ഇവിടെ ഒടുക്കത്തെ ബ്ലോക്കും. അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണിക്കണേ യഥാ സ്ഥാനത്ത് എത്തിക്കണം. നമ്മളെ വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഇവിടേക്ക് തന്നെ വരല് മക്കളെ. അപ്പോൾ നമ്മളവിടെ എത്തിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് എത്തിയിരിക്കുന്നത്. പിന്നെ ഇതോളം കിടക്കാം. അപ്പം ഞങ്ങൾ ഇതിൻ്റെ മേലേക്ക് കയറി പോകാട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി എടുക്കുമ്പോൾ ഇവിടെ അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല, ഡോക്ടറും വന്നിട്ടില്ല. ഇപ്പോൾ അവിടുത്തെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ പല മോഡലായിട്ട്, അതുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോഴൊക്കെ ആൾക്കാരുണ്ടാവലുണ്ട്. ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ അകത്തൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പരിശോധനയ്ക്കും വേണ്ടിയാണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു. ഇതമോളാണെങ്കിലോ ഒരു സൗകര്യം എനിക്ക് തന്നിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വണ്ടി മാറ്റമൊക്കെ നോക്കി നിന്നിട്ടോ. നമ്മളെൻ്റെ വീഡിയോ എടുത്താൽ നിൽക്കുക നിങ്ങൾക്കും ചടിച്ചു പോകും, പുറത്തേക്ക് ഇട്ടാൽ അതിലേറെ ചടിച്ചു പോകും പറഞ്ഞാൽ മതി. നമ്മളിങ്ങനെ പറയാതെ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഫാദിമോൻ ഇവിടെ പുറത്തേക്ക് നോക്കി എത്തിരിക്കുകയാണ് കേട്ടോ. നമ്മളെ മൂപ്പരാക്കനെ പിന്നെ കാണിച്ചാനും ഡോക്ടറെ കാണിച്ചാനൊന്നും കിട്ടില്ല. പിന്നെ കുറേയൊക്കെ കുട്ടിക്ക് എതിർക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങോട്ട് വെച്ച് വരുത്തലാണ് കേട്ടോ. അങ്ങനെ ഇതമോൾ എയർ ബാൻഡ് ഊരി ഞാൻ ഇട്ടെടുത്തു ഞാൻ കുഴങ്ങിയിരിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഇതമോൾ ഇവിടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. എന്താ, ഷീറ്റിൻ്റെ മേലെ നിറച്ചും പ്ലാസ്റ്റിക്കും മറ്റതും മറിച്ചതൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കണേ. അത് ഇവിടുത്തെ ഡോക്ടറെ കാണിക്കാൻ വരുന്നോലല്ല കേട്ടോ. ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഈച്ച കാവിലെത്തിരിക്കണ മാതിരി കാവിലെത്തിരിക്കണം എന്താണെന്ന് ചോദിച്ചാൽ ഇതമോളെടുത്ത് ഫോണാണ്. അതെങ്ങാനും താഴത്തേക്ക് ഇട്ട് പൊട്ടിച്ചോ എന്ന് വിചാരിച്ചാണ് മൂപ്പരാക്ക് അടിയിൽ കജ്ജും വെച്ച് നിൽക്കുന്നത്. കാരണം അതിന് അടവുള്ള ഫോണാണ്. അടവൊക്കെ തീർന്നെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചൊരു സമാധാനമാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്താണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതമോളെടുത്ത് കാലൊക്കെ ഉണ്ട് ഡോക്ടറെ കാണിച്ചാലുള്ളത്. അപ്പോൾ അതൊക്കെ കാണിച്ചാൽ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കാറുണ്ട്. സത്യം പറഞ്ഞാലോ കുറേ നേരം നിന്ന് അവസാനം നേരെ ഇരുട്ടായിരിക്കുന്നു. വെളിച്ചും മറ്റൊക്കെ വന്നിക്കണം കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളിന്ന് കാണിച്ച് നേരം വൈകിട്ടാണ് പോണത്. അപ്പോൾ നമ്മൾ കാണിച്ചാണ്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങണം. മരുന്നൊക്കെ വാങ്ങാണ്ട് അതിന് കാത്തിരിക്കുകയാണ് നമ്മൾ. ചേച്ചി ഇവിടുന്ന് പോയില്ലേ? അപ്പോൾ ഞങ്ങൾ കാണിച്ചിട്ട് ഇറങ്ങാണ്ട് കേസ്. നേരം കുറേ ആയി. നമ്മൾ കാണിച്ചറിഞ്ഞപ്പോൾ തന്നെ ഇസമോക്ക് പിരാന്തായിക്കുന്നു കേട്ടോ. ഓള് പെരുന്നോളോളിയും പടിയായിട്ട് ഞാൻ കുഞ്ഞാവിൻ്റെ അടുത്ത് കൊടുത്തത്. ഇനി കുഞ്ഞാവിൻ്റെ അടുത്തോളം അധികം നിൽക്കില്ല. എല്ലാവർക്കും ഓളെടുത്തോളം കുഴങ്ങി ഓളിങ്ങനെ ക്ഷാത്രാക്കി ഇങ്ങനെ മൂക്കിനോട് വരപ്പിക്കും കേട്ടോ. അമ്മ അതിരി പരിപാടിയാണ് ഓളെടുത്ത്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെരേക്ക് പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളോടും തങ്ങൊന്നുമില്ല. ആദ്യമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടൊക്കെ ഇനി പോരല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടാണ് പോരല്. ഇപ്പം അതിനൊന്നും നിൽക്കുകയില്ല, അതിനൊന്നുള്ള നേരം ഉണ്ടാവുകയില്ല. കാരണം പെരയിലെത്തിയിട്ട് നമ്മളെ പൈക്കളുണ്ട് പോലെ നോക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാമെന്നും പറഞ്ഞിട്ട് നമ്മൾ നേരെ പെരേക്ക് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ബ്രോസ്റ്റും കുബൂസൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്നത്. അതൊക്കെ തിന്നപ്പോഴൊന്നും ഓർമ്മയില്ല വീഡിയോ എടുക്കാൻ. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. പിന്നെ അതൊക്കെ തിന്നിട്ട് പിന്നെ കടന്നുറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ലോണം അങ്ങോട്ട് സപ്പോർട്ട് ചെയ്താൽ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.